ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ എനിക്ക് തൊണ്ടയൊന്നും വയ്യാതെ കോൾഡും പിടിച്ച് ജലദോഷവും പിടിച്ച് ഞാൻ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടിരിക്കുകയാണ്. ദ വൺ ആൻഡ് ഓൺലി മെഗാസ്റ്റാർ മമ്മൂക്ക. ആൻഡ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഡിനോ ഡെനിസ്. പുള്ളി തന്നെയാണ് സ്ക്രീൻ പ്ലേ, റൈറ്റിംഗ്, ഡയലോഗ് എല്ലാം. ആൻഡ് നിങ്ങൾക്ക് ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലായതുപോലെ ഒരു ഗെയിമർ പരിപാടിയാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. ഇതിൽ അവസാനത്തെ ഒരു 20-25 മിനിറ്റ് ഈ പടത്തിന്റെ ഡയറക്ടർ എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഹി ഡസൻ ഹാവ് എനി എക്സ്പീരിയൻസ് ഇഫ് ഐ എം നോട്ട് റോങ്. പുള്ളി തന്നെ മമ്മൂക്ക തന്നെ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടെ പുള്ളിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ റൈറ്റ് നല്ല രീതിയിൽ കഥ നല്ല തലയിലുള്ളത് കൊണ്ട് ദേ ഓൾ എൻകറേജ് ഹിം ടു ഡയറക്ട് ദിസ് പടം. എനിക്ക് ത്രൂ ഔട്ട് സിനിമയെ തോന്നിയത് അത് തന്നെയാണ്. ഈ സിനിമ പുള്ളി അല്ലാതെ വേറെ ആരെങ്കിലും കുറച്ചും കൂടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള, അതായത് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഈ സാധനം ചെയ്തിരുന്നെങ്കിൽ മോനെ പറന്ന് നിന്നേനെ പടം. ഒരു ഗെയിം പെർസ്പെക്റ്റീവിലുള്ള ഒരു ഹൈസ്റ്റ് പടം. ഞാൻ പറയാം, എനിക്ക് അധികം അതാണ് പറഞ്ഞത്, ഫ്രം ദ ബിഗിനിങ് ടിൽ ദാറ്റ് 20 മിനിറ്റ്സ് ആ ഒരു സാധനം വരെ സിനിമ വളരെ വീക്കാണ്. ലൈക്ക് ഹൈ മൂമെന്റ്സ് തരാനും ഇപ്പം കോമഡി ചെയ്യാനായിട്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, കുറേ ഫൈറ്റ് സീൻസ് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ആ പ്രശ്നമാണ്. ആ ഒരു ഈ സിനിമയിൽ പറയുന്ന പോലെ അമച്ചർ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു അമച്ചർ ഡിറക്ഷൻ്റെ ഒരു വലിയ ഒരു ഇത് നമുക്ക് ഫിലിമിൽ ത്രൂ ഔട്ട് അടിക്കും. ആൻഡ് അഗെയിൻ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ ഇങ്ങനെ പോവുകയാണ്. ഒരു ഹൈസ്റ്റ്, അതിൻ്റെ പുറകെ നടക്കുന്നു ഗൗതം മേനോൻ, അങ്ങനെ അറിയാൻ പറ്റില്ല. ഇതിലെ എലമെന്റ്സ് നൈസാണ്. ഇതിലെ എഴുതി വെച്ചേക്കുന്ന ആ ഒരു വൺ ലൈനറും കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ ആ 20 മിനിറ്റ്സിലുള്ള ഒരു സാധനം, അതൊന്നും പറയാനും പറ്റൂല. അതൊരു സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് കാശ് മുതലായത് ആ ഒരു 20 മിനിറ്റ്. എനിക്ക് ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ആ 20 മിനിറ്റ്സ്, ലാസ്റ്റ് 20 മിനിറ്റ്സിൽ ആ ക്യാരക്ടർ അതിനെ എലാബറേറ്റ് ചെയ്യണമായിരുന്നു. ദാറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ദാറ്റ്സ് എ വെരി ആ ക്യാരക്ടറിനെ കുറച്ചും കൂടെ ലൈക്ക് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് അങ്ങനെ അത് കാണിച്ച് ആ ക്യാരക്ടറിനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു പടം. പിന്നെ ഗെയിമിംഗ് ലെവലിൽ എന്തൊക്കെ കുറേ പോരായ്മകളുണ്ട്, അത് ഞാൻ പറയാം, അതൊക്കെ നമുക്ക് വിടാം. പിന്നെ അവർ മറ്റേ വാലോറന്റ് ടൂർണമെന്റിന്റെ കാശിനെ പറ്റിയൊക്കെ പറഞ്ഞുള്ളൂ. അതൊക്കെ ഉള്ള കാര്യമാണ്. വാലോ ടൂർണമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് പ്രൈസ് മണിയൊക്കെ ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ BGMI കൊണ്ട് എത്ര ലക്ഷം രൂപ പ്രൈസ് മണി. അപ്പോൾ ഈ സ്പോട്ട് എന്ന് പറയുന്നത് അത്ര മോശം പരിപാടിയൊന്നുമല്ല. മ്യൂസിക് നമ്മുടെ സത്യം ഇത് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ നിഷാദ് യൂസഫിന്റെ പുള്ളി എനിക്കൊണ്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്തോ ഇത് ചെയ്തായിരുന്നു. പിന്നെ അത് ഹെൽപ്പ് ചെയ്തത് പ്രവീൺ പ്രഭാകറാണ്. പുള്ളി നിഷാദ് യൂസഫ് ഇതുപോലത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ അടിപ്പ സാധനങ്ങൾ ചെയ്യും എഡിറ്റിൽ. അത് മിസ്സായിപ്പോയി. നിമിഷ് രവിയാണ് സിനിമാറ്റോഗ്രാഫി. ഗംഭീര, അടിപൊളി. കുറേ സീനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സയ്യിദ് അബ്ബാസ് ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അങ്ങനെയൊക്കെ ഇറ്റ്സ് എന്താ പറയുക, കാരണം കറക്റ്റായിട്ട് ദാറ്റ് ലാസ്റ്റ് 20 മിനിറ്റ്സ് ഇസ് ഫയർ ലിറ്റ് നമ്മൾ പറയില്ലേ, ആ സാധനം. ഞാൻ പറയാം, കുറേ സാധനങ്ങൾ, കുറേ കണ്ടിന്യൂറ്റി പ്രശ്നങ്ങൾ, കുറേ സീൻസിൻ്റെ ഒരു സാധനങ്ങൾ. മറ്റേ ഒരു സീനുണ്ട്, ഒരു പയ്യനത്ത് പറയും, നിനക്ക് ഈ ബസൂക്ക ഒരു സീഡ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു പയ്യൻ്റെ ബാക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു ട്രാൻസിഷൻ, അത് കഴിഞ്ഞിട്ട് ആ പയ്യൻ റൂമിൽ നിന്ന് പിന്നെ വരുന്നു. ഐ മീൻ തിങ്സ് ലൈക്ക് ദാറ്റ്. ലാസ്റ്റ് 20 മിനിറ്റ്സ് ഇസ് ഫയർ മാൻ. എനിക്ക് അത്രയൊന്നും പറയുള്ളൂ. ആ ഒരു സാധനം അതൊരു ഹൈ ആയിരുന്നു. അത് ആടിപ്പൊളിയായിരുന്നു. ഇന്നൊരു ലുക്കടേ ആ മനുഷ്യൻ. അയ്യോ, എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്പോയിലൂടെ എന്തോന്നടേ ഈ പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ. ഞാൻ പറയാത്ത ആദ്യം ഈ അവസാനത്തെ ആ ഒരു 20-25 മിനിറ്റ് വരണ വരെ ഇറ്റ് വിൽ ടെസ്റ്റ് യുവർ പേഷ്യൻസ്. അതായത് നിങ്ങൾക്ക് ഞാൻ പറയാം ഹൈ മൂമെന്റ്സ് ഇല്ല, നമുക്ക് ആ ഒരു സാധനം ഉണ്ടല്ലോ, അടിപൊളി കമോൺ എന്നൊക്കെ പറഞ്ഞ സാധനം എനിക്കെന്തോ ആ ഇന്റർവെൽ പഞ്ച് ആണെങ്കിലും ഒന്നും അങ്ങോട്ട് ഒരു കണക്റ്റ് ആവുന്നില്ല. എനിക്ക് അവസാനത്തെ 20 മിനിറ്റ്. പിന്നെ അയ്യോ, ആറാട്ടണ്ണന്റെ ഒരു സീനുണ്ട്, നല്ലതായിരുന്നോ? ആറാട്ടണ്ണന്റെ പെർഫോമൻസ് കിടലായിരുന്നോ? ഫയറായിരുന്നോ? ആറാടിയിട്ടുണ്ടോ? ഗംഭീര ഇൻട്രോ ആയിരുന്നു, നല്ല എക്സ്പ്രഷൻ ആയിരുന്നോ? പുള്ളി ഭരിക്കുന്ന ഏതോ ഒരു സീനിൽ ഇങ്ങനെ റിവേഴ്സ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നതിലൊക്കെ റിവേഴ്സ് ഒക്കെ ചെയ്തേക്കുന്നു ഷോട്ട്. അതൊക്കെ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആറാട്ടനുണ്ട്. അപ്പോൾ ആറാട്ടൻ ഫാൻസിനും വിസിലടിക്കാനൊക്കെ ഉള്ള മൊമെന്റ്സ് ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 20 മിനിറ്റ്സ് വാസ് ടു ഗുഡ്.
ലവ്ഡ് ഇറ്റ്. ഞാൻ കുറെ കണ്ട് ഇതുപോലെ ഗെയിമേഴ്സൊക്കെ എത്രയോ ഗെയിമേഴ്സ് ഉണ്ട്, അവരെയൊക്കെ ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ അമ്മമാർ പറഞ്ഞു തരില്ലേ ലേറ്റസ്റ്റ് ടെക്കും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കണ്ടേ? നമ്മളെ നാട്ടിൽ തന്നെ എന്തുമാത്രം ഗെയിമേഴ്സ് ഉണ്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ബസൂക്കയെ പറ്റി. നിങ്ങൾ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് പറയുക. ഇനി അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി. ഐ ആം നോട്ട് അറ്റ് ഓൾ വെൽ. ഡോളോയിൽ ഞാനിങ്ങനെ ഹൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അതാണ് സംഭവം. സോ എനിവേസ് നാളെ പോയിട്ട് ജിംഖാനയും ആരോഗ്യമുണ്ടായി ജിംഖാനയും മറ്റേ മരണമാസവും കാണും. സോ നെക്സ്റ്റ് ഇസ് ഗുഡ് ബാഡ് അഗ്ലി.